എന്തേ? ഈ പൂവ് എങ്ങനെയാ അമ്മിണിക്ക് കിട്ടിയേ? അമ്മിണി നേരത്തെ കുറച്ച് പൂ തന്നു പറഞ്ഞപ്പോ അവൾക്ക് എന്താ സ്വർഗത്തിൽ പൂ കച്ചവടാണെന്നല്ലേ നീ ചോദിച്ചത്? അവള് തന്നത് ദാ ഈ പൂവാ. അവളെ ദഹിപ്പിച്ച ഈ സ്ഥലത്ത് ഞാൻ അന്ന് നട്ട ചെടിയാ ഈ വളർന്ന് പൂത്ത് നിൽക്കണത്. ഇതിങ്ങനെ പൂത്തത് ആദ്യമായിട്ട് ഞാൻ കാണണേ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. അവളിപ്പോഴും എന്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഈ 2 മക്കളെയും വെച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നത്. എന്റെ അമ്മിണി, നിന്റെ ജീവൻ രക്ഷിക്കാനാ തുമ്പശ്ശേരി കുറുപ്പിന് ഞാൻ ഈ മണ്ണ് പണയം വെച്ചത്. ആ കുറുപ്പ് എന്നെ ചതിച്ചു. ഈ മണ്ണ് തിരിച്ചു വാങ്ങി നിനക്ക് മോക്ഷം തന്നിട്ടേ ഞാൻ മരിക്കൂ. അതിനു മുമ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എന്റെ മക്കളെ വിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എനിക്കെന്നും നമ്മുടെ മക്കൾ കൂട്ടിനുണ്ട്. അവരെ നീ നല്ലപോലെ അനുഗ്രഹിക്കണം. കൊച്ചുകൃഷ്ണ, തുമ്പശ്ശേരി കുറുപ്പ് എന്റെ മാഷയും കുട്ടികളെയും ചതിക്കോ കൊച്ചുകൃഷ്ണ? അവരെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഏയ്, അവരെ ഞാൻ ഒറ്റയ്ക്കാക്കേ. നല്ല കഥ. അമ്മണിയടുത്ത് വിഷമിക്കാണ്ടിരിക്കി. തുമ്പശ്ശേരി കുറുപ്പിന്റെ അടിവേര് മാന്തി ഞങ്ങൾ ഈ പറമ്പ് തിരിച്ചു പിടിക്കും. എന്താ പോരെ? മതി.